അസ്സലാമലൈക്കും. ഇന്നത്തെ ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കാണുന്നത് കേട്ടോ. എൻ്റെ മോൻ വരുന്നുണ്ട് ദുബായിന്ന്. ഇന്ന് രാവിലെ 6 മണിക്ക് എത്തും. അപ്പം ഞാൻ നേരത്തെ എണീറ്റ് ചായ ഉണ്ടാക്കുകയാണ്. ചായക്ക് വെള്ളപ്പൂ ബീഫ് കറിയാണ് കേട്ടോ. നല്ല സൂപ്പർ സോഫ്റ്റ് വെള്ളപ്പായിട്ടുണ്ട്. ഇത് ഞാൻ തലേന്ന് ഇന്നലെ 2 കപ്പ് പച്ചരിയും വെള്ളത്തിലിട്ടിട്ട് അത് അരച്ചെടുത്തതാണ്. ഒരു അരക്കപ്പ് ചോറ് കൂട്ടി അരച്ചെടുത്താണ് കേട്ടോ. അതിൽ ഈസ്റ്റ് ചേർത്തിട്ടേ ഇല്ല. നല്ല വെള്ളപ്പായിക്കിന്. തീരെ ഈസ്റ്റ് ചേർത്തില്ല, അപ്പകാരം ഇട്ടില്ല, ബേക്കിംഗ് സോഡ ഇട്ടിട്ടില്ല. നല്ല വെള്ളപ്പായി വന്നിട്ടുണ്ട്. ഇത് ബീഫ് കറിയാണ്. ബീഫ് കറി ആയിട്ടുണ്ട്. ഇത് ഉച്ചക്കിലേക്കുള്ള ബിരിയാണിക്ക് വേണ്ടിയിട്ട് ബീഫ് വേവിച്ച് വെച്ചാണ് കുരുമുളക് ഉപ്പിട്ടിട്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കുക. മോനെത്തി ചായ കുടിക്കുകയാണ്. വെള്ളം ബീഫ് കറി കൂട്ടി ചായ കുടിക്കുകയാണ്. ഇസ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇസ മോൻ്റെ മോളാണ്. ഒരു മോനും ഒരു മോളാണ് എനിക്കുള്ളത്. ഇപ്പോൾ ചായയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉള്ളി വാട്ടാണ്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി, ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വാട്ടാണ്. ഉള്ളി ഉപ്പിട്ടിങ്ങനെ വേഗം വാടാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ വേഗം വാടിക്കിട്ടും. ഉള്ളി വഴന്ന് വരും. രണ്ട് കിലോ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരി തിളപ്പിച്ചൂറ്റിയെടുക്കുക, ചോറ് തിളപ്പിച്ചൂറ്റിയെടുക്കുക വിചാരിക്കുകയാണ്. ഇത് പൊരിച്ച് വെച്ച വലിയ ഉള്ളിയാണ്. വലിയ ഉള്ളി അണ്ടിപ്പരിപ്പ് ഇട്ട് പൊരിച്ച് വെച്ചാണ്. ഇതിലേക്ക് കുറച്ച് മസാല ഇട്ട് ഇളക്കി വെച്ചാണ്. പിന്നെ വലിയ ഉള്ളി വഴറ്റുന്നതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുത്ത് വഴറ്റാണ്. ഉപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ നാരങ്ങ പിഴിഞ്ഞ് മാറ്റി വെക്കണം. ഇത് ഞാനിപ്പോൾ ഇതിലേക്ക് ബീഫും കൂടി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് മസാല ആക്കാൻ പോകുന്നത്. ബിരിയാണി പൊടി ഇട്ട് ആ 2 കിലോ അരി എടുത്തിട്ട് കഴുകി ഊറ്റാൻ പോവാണ്. കഴുകി ഊറ്റിയ അരി എടുത്ത് വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ഇട്ട് ചോറ് വെന്ത് നല്ലോണം വേവരുത്. കുറച്ച് വേവ് ബാക്കിയിരിക്കണം. എന്നാലും കുറച്ചധികം വേവി വേണം. നല്ല അലിഞ്ഞ് പോകാതിരിക്കണം. എന്നിട്ട് ഇങ്ങനെ ചോറ് വാർത്തെടുക്കണേ, ഊറ്റിയെടുക്കണേ. കൊട്ടയിലേക്ക് ഇട്ട് ഇങ്ങാണ്ട് ഊറ്റിയെടുക്കുക. അപ്പോൾ അത് മസാലയിലേക്ക് ഇനി ചോറ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ പിന്നെ ഇതിലേക്ക് എടുക്കുന്ന നെയ്യ് ഇപ്പോൾ മിൽമ നെയ്യ് എടുത്തിട്ടുള്ളൂ. പിന്നെ എടുത്തത് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലും എടുത്തത്. ഇത് രണ്ടുമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇടയ്ക്ക് ലെയറായിട്ട് നമുക്ക് ഈ ഉള്ളി പൊരിച്ചത്, വലിയ ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചോറ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ കൊണ്ടാണ് ഈ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തതൊക്കെ. അപ്പോൾ ചോറ് നമുക്ക് ഇതിനൊക്കെ തട്ടി കൊടുക്കാം.
അപ്പോൾ അത് ഈ ഉള്ളി പൊരിച്ച ഉള്ളി കുറച്ച് ബിരിയാണി മസാല ഇട്ടിങ്ങാണ്ട് ഇളക്കിയത് ഇത് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇടയ്ക്കായിട്ട് അഥവാ ഈ ബീഫിൻ്റെ അകത്തുള്ളൊരു കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഈ ചോറിൻ്റെ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുത്ത് ബീഫ് വേവിച്ച ഗ്രേവി ഇത് കുറച്ച് നെയ്യ് മേലെ ഇട്ട് കൊടുത്ത് ദം ചെയ്യാം. അപ്പോൾ അത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ബിരിയാണി റെഡിയായി. കണ്ടോ, അതിൽ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞിട്ടത്. ഇത് വേണമെങ്കിൽ ഇത് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ദമ്മിടുമ്പോൾ അതിൻ്റെ മുമ്പേ ആയിട്ട് അതിൻ്റെ മേലെ അരിഞ്ഞിടുക. ഇതിപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ബിരിയാണി സെർവ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മേലിട്ടത്. ഇപ്പം വീഡിയോ എല്ലാവരും